കർത്താവിൻ്റെ ഒപ്പം ശിഷ്യന്മാർ ഓശാന പാടി വന്ന ഒലിവുമലയുടെ മധ്യഭാഗത്ത് ഒരു പള്ളിയുണ്ട്. ഡോമിനസ് ഫ്ലവിറ്റ് അഥവാ ടിയർ ഡ്രോപ്പ് ചർച്ച്. ഒരു കണ്ണുനീർത്തുള്ളിയുടെ ആകൃതിയിലാണ് ആ പള്ളി പണിയപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചാൽ ഫലം സിദ്ധിക്കും എന്നൊരു വിശ്വാസവും. ഇതിനൊരു ചരിത്രമുണ്ട്. ഇവിടെ വെച്ചാണ് കർത്താവ് ഓശാന ജൈത്രയാത്രയ്ക്ക് ശേഷം യെരുശലേമിനെ നോക്കി കരയുന്നത്. യെരുശലേമേ, എൻ്റെ സന്ദർശനകാലം നീ അറിഞ്ഞിരുന്നില്ല. നിന്റെ ശത്രുക്കൾ നിന്നെ അതിക്രമിക്കുകയും നിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടാകും. ഏതാണ്ട് 40 വർഷത്തിന് ശേഷം AD 70 ക്രിസ്തുവിൻ്റെ പ്രവചനം പൂർത്തിയാകുന്നു. യെരുശലേം ദേവാലയം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയാണ്. ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത, കാലബോധമില്ലാത്ത, പരിസരങ്ങളോട് സമരസപ്പെടാത്ത, ഏതെടുപ്പുകളും രമ്യഹർമ്മ്യങ്ങളും മണിമാളികകളും കുരിശൻ സൗധങ്ങളും ഒന്നും കാലാതിവർത്തിയായിരിക്കുകയില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഓരോ ഓശാന ഉറക്കച്ചൊല്ലുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നാം ഉറവ് പൊട്ടി ഓർക്കേണ്ടതായിട്ടുണ്ട്.